കമലഹാസന്റെ പുതിയ സിനിമ തഗ് ലൈഫ് കർണാടകയിൽ പ്രദർശിപ്പിക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. ചിത്രം ജൂൺ 5 കർണാടകയിൽ റിലീസ് ചെയ്യില്ല. ഭാഷാ വിവാദത്തിൽ നടൻ മാപ്പ് പറയാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ചിത്രം നിരോധിക്കാൻ കർണാടക ഫിലിം ചേംബർ തീരുമാനിച്ചത്. പ്രതികരണത്തിലേക്ക് ಅವರು ಸಾರಿ ಹೇಳೋಗಂಟ ನಾವು ಫಿಲ್ಮ್ಗಳನ್ನ ಇಲ್ಲಿ ಪ್ರದರ್ಶನ ಮಾಡೋಕೆ ಬಿಡೋದಿಲ್ಲ ಅನ್ನೋದು ಎಲ್ಲ ಸಂಘಟನೆಗಳು ಹಾಗೂ ನಮ್ಮ ಪೊಲಿಟಿಕಲ್ ಲೀಡರ್ಸ್ ಆಲ್ಸೋ ನಾವೇನ್ ಮಾಡಿದೀವಿ ಈಗ ಅವರು ಸಾರಿ ಕೇಳಲೇಬೇಕು ಅನ್ನೋ ನಿಲುವಲ್ಲಿ ಇದೀವಿ. ഫിഫ്ത്ത് റിലീസ് ചെയ്തല്ല അത് ബിഫോർ. കെ പി ശ്രീധരൻ വിവരങ്ങളുമായിട്ട്. ശ്രീധര, ഇപ്പോ തമിഴിൽ നിന്നാണ് കന്നഡ ഉണ്ടായത് എന്ന് പറഞ്ഞതാണ് ഈ വിവാദങ്ങൾക്ക് കാരണം. താൻ മാപ്പ് പറയാൻ തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല എന്നും കമലഹാസൻ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ സിനിമ എത്തൂല എന്ന് ഉറപ്പായോ? തമിഴ്നാട്ടിൽ നിന്ന് പക്ഷെ വലിയ പിന്തുണ കമലഹാസന് ലഭിക്കുകയും ചെയ്യുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ വിഷയത്തിൽ മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടുകൊണ്ട് 24 മണിക്കൂറാണ് സമയം നൽകിയിരുന്നത് ഫിലിം ചേംബർ. ഏതായാലും അതിന് മുൻപായിട്ട് കമലഹാസന്റെ തന്നെ ഒരു പ്രതികരണം വന്നിരുന്നു. വിഷയത്തിൽ തനിക്ക് തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല, പറഞ്ഞതിലൊന്നും തെറ്റായിട്ട് തോന്നുന്നില്ല, തെറ്റായി തോന്നുകയാണെങ്കിൽ മാത്രമേ താൻ മാപ്പ് പറയുള്ളൂ എന്നുള്ളൊരു കാര്യം കമലഹാസൻ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫിലിം ചേംബറിന്റെ ഒരു പ്രതികരണം ഇപ്പോൾ കേട്ട പോലെ വന്നിരിക്കുന്നത്. ജൂൺ 5 തഗ് ലൈഫ് സിനിമയുടെ റിലീസ് വെച്ചിരുന്നത്. ആ ദിവസം ഏതായാലും കർണാടകയിൽ ചിത്രം റിലീസ് ചെയ്യില്ല, കമലഹാസൻ മാപ്പ് പറഞ്ഞേ മതിയാവൂ എന്നുള്ള നിലപാടാണ്. ഇത് കേവലം കന്നഡ സംഘടനകളുടെ മാത്രം ആവശ്യമല്ല, കർണാടക ജനത ഒന്നാകെ ഇത് ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഫിലിം ചേംബർ ഇതിനുവേണ്ടി പറയുന്ന ഒരു പ്രധാന കാര്യം. ഏതായാലും കന്നഡ ഭാഷ, ഈ സിനിമയുടെ തഗ് ലൈഫ് സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെയാണ് കന്നഡ ഭാഷ ഉണ്ടായത് തമിഴിൽ നിന്നാണ് എന്നുള്ളൊരു പ്രതികരണം കമലഹാസന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമുണ്ടായി. മുഖ്യമന്ത്രി തന്നെ കന്നഡ ഭാഷയുടെ, കന്നഡ സംസ്കാരത്തിന്റെ ഒരു ചരിത്രം കമലഹാസൻ അറിയില്ല. ശരിയാണ്. വലിയ പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.